ഞാൻ ചാമ്പതാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ അമ്മച്ചിയുടെ പേര് പറഞ്ഞേ. റോസമ്മ എന്നാണ് എൻ്റെ റോസമ്മ. റോസമ്മ പോലെ ചിരിക്കേണ്ടതല്ലേ, എന്നിട്ടാണ് സങ്കടപ്പെട്ട് നിൽക്കുന്നത്. ആ സന്തോഷത്തോട് പറഞ്ഞു. 2012 മുതൽ ഞാൻ ഈ ദേവാലയത്തിൽ 13 വർഷമായിട്ട് റോസമ്മ ഇവിടെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യം വരുമ്പോൾ എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അതുപോലെ ബൈബിളിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബൈബിള് അറിയാമെങ്കിലും വായിക്കുമ്പോൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരും. ഒരു ബന്ധനമാണ്. ബൈബിള് വായിക്കാൻ തുടങ്ങും, മടുപ്പ് വരും, ക്ഷീണം വരും. ഇത് അനേകം ഒരു പ്രശ്നമായത്. തിരി വായിച്ചു കഴിയുമ്പോൾ മടുപ്പ് വരും, ഉറക്കം വരും, ബൈബിളും അടച്ചു പിടിക്കും. ഹല്ലേലൂയ. അതിന്റെ മേലെ നിങ്ങൾ അച്ഛന്മാരോട് പറഞ്ഞൊരു ബന്ധന പ്രാർത്ഥന ഇരിക്കണം. അതിന് ബൈബിള് വായിക്കാൻ പറ്റുക നമുക്ക് മണിക്കൂറുകൾ വായിക്കാനുള്ള അഭിഷേകമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ട്. സമയത്ത് ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് ഒരുപാട് കണ്ണുനീര് 13 വർഷമായിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. 13 വർഷമായിട്ട് ഒരുപാട് കണ്ണീര് ദേവാലയത്തിൽ വീണിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ആവശ്യപ്പെട്ടതുമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഇതിന് മുമ്പൊരിക്കൽ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. വീണ്ടും ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, മൂത്ത മോൾക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇപ്പം നേരമുള്ളൂ. അമ്മയുടെ മക്കളൊക്കെ ദൈവം അനുഗ്രഹിക്കുക. ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ദൈവസ്ഥലത്തിൽ നിലവിളിച്ച നീ ആൾക്കാരെ കയറാതിരിക്കാൻ നിനക്ക് പറ്റില്ല. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇപ്പോഴെനിക്ക് ബൈബിൾ വായിക്കുന്നത് ഇഷ്ടമാണ്. അതിൻ്റെ ഓരോ സെൻറ്റൻസും വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. എനിക്കിപ്പോൾ കൈയടിച്ച് ഞാൻ ചോദിക്കാൻ പോവാ. എന്തായാലും അമ്മച്ചി വീണ്ടും അതിലേക്ക് വന്നു. ദൈവങ്ങളെ, ഇതൊരു നമുക്ക് ഈ വചനം വായിക്കുമ്പോഴേ നേരത്തെ പറഞ്ഞ രുചിക്കും ഇത് ഇങ്ങനെ വചനം വായിക്കാൻ പണ്ട് വായിച്ച ഒന്നും പിടികിട്ടുകയല്ലായിരുന്നു. ഇപ്പം വായിക്കുമ്പം 1000 വെളിപാടുകൾ അങ്ങോട്ട് കിട്ടുക. അതൊരു അഭിഷേകമാണ് മക്കളെ. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ബൈബിൾ അടുത്ത് തന്നെ നമുക്ക് ആകാംക്ഷയാണ്. അങ്ങനെ ഇത് വായിക്കും അല്ലേ? ബൈബിൾ മുഴുവൻ വായിച്ചു അമ്മച്ചി? വായിച്ചു തീർത്തോ? ഒരു തവണ വായിച്ചു. എഴുതുന്നുണ്ടോ? എഴുതാൻ തുടങ്ങിയില്ല. അപ്പം അതൊക്കെ എഴുതാനും കൂടെ തുടങ്ങിക്കണം. പിന്നെ പ്രാർത്ഥിക്കണോ? എത്ര നേരം പ്രാർത്ഥിക്കും? വെളുപ്പിനെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. 4:30 ആകുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ 3 കൊന്ത നമസ്കാരം 3 ചാനലിലായിട്ട് കാണുമായിരുന്നു. അത് ഇപ്പോഴെൻ്റെ ഒരു ചാനൽ എനിക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ട് 2 ചാനൽ കാണും. ഒരു ചാനൽ നമ്മൾ തന്നെ അങ്ങ് ഓടിക്കും. അങ്ങനെ 4 കൊന്ത. എത്ര കൊന്ത രാവിലെ എഴുന്നേറ്റ് അവിടെ? ഗുഡ്നസ് ടിവിയും ശാലോം ടിവി ഇപ്പം എനിക്ക് കിട്ടും. അതിങ്ങനെ കണ്ട് ഞാൻ കണ്ണുനീരോട് കൂടി മക്കളെ സമർപ്പിച്ച് നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എത്ര മക്കളാണ് അമ്മയ്ക്ക്? എനിക്ക് 3 മക്കള്. അതിന്റെ പേര് മൂത്തയാള് സനല്. സനൽ എവിടെയാ? കോടതി ജോലി ചെയ്യുന്നു. എവിടെ? പള്ളിക്കത്തോട്. രണ്ടാമത്തത് UK അവളുടെ കാര്യമാണ് ഞാൻ. അവളുടെ പേര് സൗമ്യ. UK. മൂന്നാമത്തെ ആള് സ്മിത. അവളിപ്പം ഷാർജയിലാണ്. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ മകള് OET പരീക്ഷ 4 തവണ എഴുതിയെങ്കിലും 4ാമത്തെ തവണയും തോറ്റുപോയി. ഓരോ തവണയും എഴുതുമ്പോഴും പുറകോട്ട് പോകാൻ തുടങ്ങി. 4ാമത്തെ തവണയായപ്പോൾ 2 Bയും 2 Cയും ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇനി നിർത്തിക്കോ. അപ്പോൾ ഹസ്ബൻഡിന്റെ പെങ്ങള് കൈ കിടക്കുന്ന വള ഊരി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ പോയി പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു. കൈ കിടക്കുന്ന വള ഊരി കൊടുക്കാൻ കഴിവുള്ള ഏതെങ്കിലും നാത്തൂമാരുണ്ടെങ്കിൽ അവർ മാത്രം കൈ അടിച്ചാൽ മതി. അടിക്കത്തില്ല, എനിക്കറിയാം. വളയൂരി കൊടുക്കുന്ന നാത്തൂമാരി കൂടുതലല്ലെന്ന് എനിക്കറിയാം. പുത്തൻ വളയായിരുന്നു പുത്തൻ വള ഇട്ട് കൊതി തീർന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞ അമ്മായിയമ്മമാരുണ്ടോന്ന് ചോദിച്ചപ്പോൾ കൈയടിക്കും അല്ലേ? വളയൂരി കൊടുത്ത അമ്മായിയമ്മമാരി കൂടുതലുണ്ടോന്ന് ചോദിച്ചപ്പോൾ കൈയടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അടിപ്പിക്കുന്നില്ല. കാരണം ഒരു സാഹസത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് പരീക്ഷ എഴുതി. ആ തവണ 2 Bയും 2 Cയും ഏറ്റവും കുറവ്.
അപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു. എൻ്റെയും ചങ്ക് പൊട്ടിപ്പോയി. എനിക്ക് മിണ്ടാൻ വയ്യാതെ വന്നെങ്കിലും ഉടൻ തന്നെ അവൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്തു. 2 പേപ്പറിനും കൂടെ 14,000 രൂപയായിരുന്നു. അപ്പോൾ തന്നെ അവളെ പഠിപ്പിച്ച പണയം വെച്ചതിന് ബാക്കി പൈസ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങോട്ട് റീവാലുവേഷൻ കൂടെ അങ്ങോട്ട് കൊടുത്തു. സമാധാനമായി. ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് വന്നു. ഒരു പേപ്പറിന് 40 മാർക്ക് കൂടുതൽ കിട്ടി. രണ്ടാമത്തേത് 10 മാർക്ക് കൂടുതൽ കിട്ടി. അവൾ C+ ആയി. അങ്ങനെ അവൾ UK ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം മാറി UK പോയി. അവിടെ ചെന്നൊരു കുഞ്ഞും ഉണ്ടായി. ആ കാര്യം എനിക്ക് സാധിച്ചു. ഹസ്ബൻഡിനെ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോയി. അവിടെ ചെന്നാണ് ഒരു കുഞ്ഞുണ്ടായത്, ഇളയ കുഞ്ഞ്. അവനിപ്പോൾ 2 വയസ്സുണ്ട്. ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ താമസിച്ചത് എത്ര വർഷം താമസിച്ചു? 3-4 കൊല്ലം താമസിച്ചു. 4 കൊല്ലം താമസിച്ചിട്ടുണ്ട്. 4 കൊല്ലം താമസിച്ചു. സാക്ഷ്യം കുഴപ്പമില്ല. എന്നാലും അമ്മ പറഞ്ഞാൽ വളരെ മനോഹരമായി. ആ കൂടെ വേറെയും ചില സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അത് രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനിയത്തിയുടെ മക്കള്, ഇളയ 2 കുട്ടികൾ ഇരട്ടകളാണ്. അവർ കട്ടപ്പന. അവർക്ക് വേണ്ടിയിട്ട് അവർ CA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷ എഴുതാനായിട്ട് CMS കോളേജിലാണ് അവർക്ക് കിട്ടിയത്. 2 പേരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. സിയുടെ പരീക്ഷ 2 പേരോടും പറഞ്ഞു, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ദിവസവും ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോകാമെന്ന് പറഞ്ഞു. ആ കുട്ടികൾ പരീക്ഷ എഴുതി. ആദ്യത്തെ തവണ തോറ്റു. ഒരാൾ 2ാമത്തെ തവണ CA പാസ്സായി. മറ്റേ ആൾ 4 തവണ എഴുതി. 5ാമത്തെ തവണയായപ്പോൾ അനിയത്ത് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, ചേച്ചി ഇന്ന പോലാണ്, അവിടെ സിലബസൊക്കെ മാറാൻ പോകുന്നു, കമ്പ്യൂട്ടർ മാറി, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ കുറേ നേരം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലൊരു കാര്യം എന്നെ തോന്നിച്ചു. ആ കാര്യം ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞു. എന്ത് കാര്യം? ഞങ്ങളോട് രഹസ്യം പറഞ്ഞതാ. ഞങ്ങളല്ലേ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതോ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മകൻ്റെ നെറുകയിലോട്ട് നീ കരയുകയെന്ന് പറഞ്ഞു. 2 കൊന്ത കാണുമ്പോഴും നിന്റെ കണ്ണുനീര് മുഴുവൻ ആ മകൻ്റെ നെറുകെ വീഴണം. നീ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പറഞ്ഞു. എന്റെ ദൈവമേ, കണ്ണീര് കൊണ്ട് നിന്റെ കുഞ്ഞിന്റെ തല അഭിഷേകം ചെയ്യുമ്പോൾ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും. അതുപോലെ എൻ്റെ മോൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വെളിപാടാ. പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിൽ തോന്നി അല്ലേ? അതിന് കാരണമുണ്ട്. UK പോയ മോള് അവരുടെ ഭർത്താവിനും 2 കുഞ്ഞുങ്ങൾക്കും കോവിഡിൻ്റെ ഭാഗമായിട്ടുള്ള ചുമ 1 മാസം 2 മാസമായിട്ട് നിർത്താതെ ചുമച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഫോൺ എടുക്കാൻ മേലാതെ വന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരെയും വിളിക്കാതെ വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയായി. കുഞ്ഞുങ്ങൾ വിളിക്കുന്നുണ്ടോ എന്ന് വിളിയായപ്പോഴത്തേക്കാണ് ഒരു ഫോൺ എടുത്ത ചുമ, നിർത്താതെ ചുമ. ഒടുവിൽ ഞാൻ അന്നേരം ഇതുപോലെ ആദ്യം ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന്. അപ്പം എനിക്ക് തന്ന മറുപടിയാണ് ഞാൻ എൻ്റെ അനിയത്തിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഈ 4 പേരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങൾ, ഏതാനും ദിവസം ഞാൻ മാതാവിൻ്റെ മുമ്പിലും ഓർത്ത് ഞാൻ നിലവിളിച്ചു. ഉടനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ചു, ഞങ്ങൾക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു. പെട്ടെന്ന് കുറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഞാൻ എൻ്റെ അനിയത്തിയുടെ അവൻ. ഇങ്ങനത്തെ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു അത്ഭുതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്മയുടെ ചങ്ക് പിഴിഞ്ഞ് ചുടു കണ്ണീര് കൊച്ചുങ്ങളുടെ അലയെ വീഴുമ്പോ, ഉച്ചിയിൽ വീഴുമ്പോ അത് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു തമ്പുരാൻ കർത്താവ്. ഹല്ലേലൂയാ. അങ്ങനെ 2ാമത്തെ കുട്ടി CA പാസ്സായി. അത് കഴിഞ്ഞ് എനിക്ക് 3ാമത്തെ എൻ്റെ മോളാണ്, ഷാർജയിലുള്ള മോള്. അവൾ സൗദിയിലായിരുന്നു. സൗദി പോമെട്രി എഴുതുന്ന സമയത്ത് ആദ്യത്തെ തവണ നമ്മുടെ കേരളത്തിൽ നിന്ന് പാസ്സായില്ല. 2ാമത്തെ തവണ അവിടെ ചെന്നിട്ടായിരുന്നു. ആ പോമെട്രിക്ക് ജയിച്ചില്ല എങ്കിൽ അവളെ പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ അവൾ പരീക്ഷ എഴുതുന്ന സമയം എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ മുറിയിൽ കയറി കരഞ്ഞുകൊണ്ട് ഞാൻ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരുപാട് പൈസ ഞാൻ മുടക്കിയതാണ്. ആ കുഞ്ഞ് പാസ്സായില്ലെങ്കിൽ അവൾ തിരിച്ചു വന്നാൽ ഞാൻ കടബാധ്യത കയറി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ആ 2 മണി വരെ, പരീക്ഷയുടെ സമയം കഴിയുന്നത് വരെ കണ്ണുനീരോട് കൂടി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അവൾ പോമെട്രി പാസ്സായി. ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് ഉണ്ട് മക്കളെ. പിന്നെ കണ്ണീരിന്റെ വരവുണ്ട്. കഴിഞ്ഞ ദിവസം അഗസ്റ്റ് ഹൗസ് പണിയാണല്ലോ പെരുന്നാളായത്. മോണിക്ക പുണ്യമതി. എനിക്ക് ഈ അമ്മയ്ക്ക് അതാ മുഖത്തൊരു ചിരി ഇങ്ങനെ അവൾ പറയുമ്പോഴേ ചിരി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ വരുന്ന മുഴുവൻ കണ്ണീരാന്ന് തോന്നുന്നത്. കണ്ണീരിന്റെ അമ്മയാന്നാ തോന്നണേ. ഹല്ലേലൂയാ. എന്ത് പവറാന്നറിയോ ഈ അമ്മ പറഞ്ഞത്? എന്തൊരു വലിയ പവറാന്നറിയാവോ? കണ്ണീരിങ്ങനെ നിലത്ത് തളം കെട്ടി നിൽക്കണം.
നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിലത്ത് കണ്ണീര് തളം കെട്ടി നിൽക്കണം. അവള് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി, അവിടുന്ന് രാജിവെച്ച് നാട്ടിലോട്ട് പോരേണ്ടി വന്നു. സൗദിയിൽ നിന്ന്. പിന്നെ അവൾ ദുബൈക്ക് ഭർത്താവിൻ്റെ അടുത്തോട്ട് പോയി. മൂന്ന് പ്രാവശ്യം വിസിറ്റിംഗ് വിസയ്ക്ക് പോയി. മൂന്നാമത്തെ തവണ, അപ്പോഴൊക്കെ ഞാൻ ഇവിടെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ തവണ ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അവൾ വിളിച്ച, അമ്മ ഇന്ന് എനിക്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നുകൊണ്ട് അന്തോനിസ് പുണ്യാളച്ചനെ നോക്കി പറഞ്ഞു, പുണ്യാളച്ചൻ്റെ ദിവസമാണല്ലോ ഈ ചൊവ്വാഴ്ച, പുണ്യാളച്ചൻ എനിക്കിത് സാധിച്ചു തന്നേ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ ചെന്നു. ഒടുവിൽ ആ പരീക്ഷ അവള് പാസ്സായി. ഇവിടെ നിന്നൊരു കാര്യം പറഞ്ഞാൽ സംഭവിക്കും. ഇപ്പോൾ അവൾ ചോദിച്ച ശമ്പളത്തിന് സുഖമായിട്ട് അവിടെ ഷാർജയിൽ ജോലി ചെയ്യുന്നു. പിന്നെയുള്ളത് വീടാണ്, എൻ്റെ സ്ഥലം വിൽക്കണമായിരുന്നു. ഒരുപാട് വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ വീട് സ്ഥലം ഒന്ന് വിറ്റ് വേറൊരു വീടും വാങ്ങിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ 3 ചൊവ്വാഴ്ചകളിലായിട്ട് അവിടുത്തെ മണ്ണെടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. 3 ചൊവ്വാഴ്ച എല്ലാ ആഴ്ച വരെ കുറച്ച് മണ്ണും എടുത്തോണ്ട് വരും. അത് കൊണ്ടൊന്ന് വെഞ്ചരിക്കും. തിരിച്ചു കൊണ്ടുപോയി 9 വിശ്വാസ പ്രമാണം ചൊല്ലി. നിങ്ങൾ അങ്ങനെ വെഞ്ചരിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് 9 വിശ്വാസ പ്രമാണം ചൊല്ലി 4 അതിർത്തിയിലിടുക. അങ്ങനെ കൊണ്ടുവന്നു 3 ആഴ്ച കൊണ്ടുവന്നു. ആ മണ്ണ് കൊണ്ടുവന്ന് ഞാൻ പറമ്പിലൊക്കെ വിതറി. അത്ഭുതമെന്ന് പറയട്ടെ, ആ വീട് സ്ഥലവും ഞങ്ങൾക്ക് വിറ്റ് കിട്ടി. അതുപോലെ ഉടനെ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ കഴിഞ്ഞു, വീട് വെക്കാൻ കഴിഞ്ഞു. ആ വീട് അവിടെ തന്നെ ചാമമ്പതാലാണ് അടുത്ത് തന്നെ സ്ഥലം മേടിച്ച് വീട് വെച്ചത്. അപ്പോൾ ഞാൻ അന്നേരം എല്ലാം ഇവിടെ വന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒരു തടസ്സവും വീടിന് വരരുത്, ഒരു ഗ്രഹപ്പിഴയും വീടിനായിട്ട് ഉണ്ടാവരുത്, എല്ലാം മാറി ഞങ്ങൾക്ക് നന്നായിട്ട്. വീട് പണിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ നോയമ്പെടുത്ത് വീട് പണി നടത്തണം. ഒരു ത്യാഗമെടുത്ത് നിങ്ങൾ വീട് പണി, നിങ്ങളുടെ വീട് പണി അത്ഭുതകരമായിട്ട് തീരും. തിന്നും കുടിച്ചും കള്ളും കുടിച്ച് ആ പണിയുന്നിടത്ത് കുറച്ചവന്മാർ പണിക്കാരൊന്ന് കള്ളും കുടിച്ച് വീടിയും വലിച്ച് അനുവദിക്കരുത്. നിങ്ങളുടെ വീട് പണിയുന്നിടത്ത് കള്ളു കുടിക്കാനോ ബീഡി വലിക്കാനോ തോന്നിയാസം കാണിക്കാൻ അനുവദിക്കരുത്. കാരണം അവിടെ മുഴുവൻ പിശാചുക, പിന്നെ തടസ്സത്തിന് മുകളിൽ തടസ്സമായിരിക്കും. ചെരുപ്പ് ഊരിയിട്ടിട്ട് നിങ്ങൾ പോലെ പറമ്പി കയറാവുള്ളൂ. വീട് പണിയുന്നിടത്ത് നിങ്ങൾ പോലും അത് ചെരുപ്പ് ഊരിട്ടിട്ട് വേണം. അവിടെ ചെളിയും എല്ലാം കാണും, അത് സാരമില്ല. നിങ്ങളത് വിശുദ്ധിയോടെ ആ വീടിനെ കണ്ടിട്ടാണ് നിൽക്കുന്നത്. മാലാക്കന്മാരെ വീടിനെ പണി തീർത്തരും. ചില വീടുകൾ പണിതീരാ വീടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. അവിടെ പണിക്കാർ വന്ന് കള്ളം കുടിച്ച് ബോധം കെട്ട് കിടന്നിട്ട് ആ വീട് അങ്ങനെ തീരാനാ. ആ വീട് തീർന്നാലും പിന്നെ അവിടെ താമസിച്ചൊരു കള്ളു കുടിക്കാൻ തുടങ്ങും. അവിടെ തിന്മകൾ ആരംഭിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു തിന്മ സംഭവിക്കൽ നിങ്ങൾക്ക് വാശി വേണം മക്കളെ. കള്ളു കുടിച്ച വ്യഭിചാരം ചെയ്ത തോന്നിയാസം കാണിച്ച ആ വീട്ടിൽ വ്യഭിചാരം കള്ളുകൂടി തോന്നിയാസമൊക്കെ വീണ്ടും തലമുറകൾ തുടരും. ഇതിനെപ്പറ്റി ദൈവമക്കൾക്ക് നല്ല ബോധ്യം വേണം. നിങ്ങളുടെ വീട് വിശുദ്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാവരും എന്നോട് പണങ്ങാൻ തോന്നുന്നു എല്ലാവർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വന്ന് ഞാൻ വെഞ്ചരിച്ച വെള്ളം എല്ലാ ചൊവ്വാഴ്ചയും വാങ്ങിച്ചോണ്ട് പോയി വീടിനകവും എല്ലായിടത്തും ഞാൻ തളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ശരിക്കും ഒരു മോണിക്കാമ തന്നെയാണല്ലോ. എല്ലാ ദിവസവും വെള്ളമൊക്കെ വെഞ്ചരിച്ചോണ്ട് പോയിട്ട് ആ വീട്ടിൽ പണിയുന്ന വീട്ടിലാണോ? പണി തീർന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്? ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ കുടിക്കുക ചെയ്യുന്നത്, അത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഒരു കിണർ കുഴിക്കണമായിരുന്നു. ആ കിണറിൻ്റെ സ്ഥാനത്ത് ഞാൻ കമ്പ് നാട്ടിയപ്പം കിണറിന് ചുറ്റും ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ വെള്ളം ഞാൻ ചുറ്റും ഒഴിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കിണർ കുഴിച്ചത്. ഒരു കിണറിന് 1,00,000 രൂപയൊക്കെ വരും. എനിക്കതിനുള്ള നിർവാഹമില്ല ഈശോയെ, എനിക്ക് അവിടെ വെള്ളം കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. എനിക്ക് കുഴി കുത്തിയ ഉടനെ വെള്ളം കിട്ടണമെന്നാ പറഞ്ഞത്. 8 അടി താഴ്ച ചെന്നപ്പോഴത്തേക്ക് 8 അടിയോ? ദൈവമേ, കൈയടിച്ച് മാത്രം കൊടുത്തേ. 8 അടി 2 കോല്. സമർത്ഥമായ വെള്ളം ഇവിടുന്ന് ഇത്രയും താഴ്ചയേ ഉള്ളൂ. അമ്മജി പോയി കിണകുത്തി അവിടെ വെള്ളം ഉണ്ടാകാതിരിക്കുന്ന അങ്ങനെയാ. ഇത്രയും വലിയ പുണ്യാളത്തിൽ പോയി ഒരു കാര്യം ആഗ്രഹിച്ച ദൈവം നടത്തി കൊടുക്കാതിരിക്കുവോ? ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നതല്ല മക്കളെ, നിങ്ങളായിരിക്കുന്ന ദൈവം മാനിക്കുന്നത്. നീ ഇവിടെ നിന്ന് എന്തുമാത്രം കരഞ്ഞു അതിന്റെ കണക്ക് ദൈവത്തിന്റെ കയ്യിലുണ്ട്. അവിടുത്തെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ എന്തുമാത്രം നിലവിളിച്ചു അത് കർത്താവിന്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അതിന് കർത്താവ് ഉത്തരം തന്നിരിക്കും. അച്ഛൻ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ അലച്ചിലുകൾ കർത്താവ്
എണ്ണിയിട്ടുണ്ടെന്നും നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനത് മനസ്സിലോർത്തുകൊണ്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, എൻ്റെ കണ്ണുനീര് അവിടുന്ന് ശേഖരിച്ച് വെച്ചിട്ടില്ലേ, എൻ്റെ അലച്ചിൽ അവിടുന്ന് കാണുന്നില്ലേ? അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയുടെ മുമ്പിലിരുന്ന്. ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ മുൻ നല്ല ചിരിയും സന്തോഷമൊക്കെ വന്നു. ഇത്ര വന്നപ്പോൾ വലിയ സങ്കടമായിരുന്നു, ഇപ്പം വലിയ ചിരിയും സന്തോഷമൊക്കെ ആയി. ഹല്ലേലൂയ. ദൈവാനുഗ്രഹിക്കട്ടെ അമ്മേ. നീ എന്തെങ്കിലും ഉണ്ടോ? ദൈവാനുഗ്രഹിക്കട്ടെ അമ്മേ. അമ്മയുടെ നിയോഗങ്ങൾ, അമ്മയുടെ മക്കളെ, കുടുംബം വളരെ ഐശ്വര്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ സാക്ഷ്യം കേട്ട അമ്മമാർ ആ കുടുംബങ്ങൾ അനുഗ്രഹമായിട്ട് മാറട്ടെ. ആരൊക്കെ ഈ സാക്ഷ്യം കേട്ട ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശബരാന താഹ ബാരാഹീരാഹീരാഹീര. ഹല്ലേലൂയ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി.